മലപ്പുറം എടക്കരയിൽ കാട്ടാന കൃഷിയിടം നശിപ്പിച്ചതോടെ പ്രതിസന്ധിയിലായി കർഷകൻ. ജീവനൊടുക്കുമെന്ന് ഭീഷണി മുഴക്കിയ കർഷകനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു. 1.5 ഏക്കർ ഭൂമിയിലാണ് പോത്തുങ്കൽ സ്വദേശി മുഹമ്മദ് കൃഷി ചെയ്തു വരുന്നത്. വാഴ, തെങ്ങ്, കവുങ്ങ്, കപ്പ, ചേമ്പ്, കൂവ തുടങ്ങി നിരവധി കാർഷിക വിളകൾ കൃഷിയിടത്തിലുണ്ട്. ശനിയാഴ്ച രാത്രിയാണ് കൃഷിയിടത്തിനു ചുറ്റും സ്ഥാപിച്ച സോളാർ ഫെൻസിംഗ് ലൈനിന് സമീപത്തെ മരങ്ങൾ തള്ളിയിട്ട് വേലി തകർത്ത് കാട്ടാന കൃഷിയിടത്തിൽ പ്രവേശിച്ചത്. കൃഷിപ്പണികൾ മുഴുവൻ 63-കാരനായ മുഹമ്മദും ഭാര്യയും ചേർന്നാണ് ചെയ്തു വരുന്നത്. രാപ്പകലില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയവയെല്ലാം കാട്ടാന നശിപ്പിച്ചതിലുള്ള മനോവിഷമത്തിലാണ് മുഹമ്മദ് ജീവനൊടുക്കാനൊരുങ്ങിയത്. വിവരമറിഞ്ഞെത്തിയ വഴിക്കടവ് വനം റേഞ്ച് ഉദ്യോഗസ്ഥരെ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ തടഞ്ഞുവെച്ചു. കഴിഞ്ഞ 2 വർഷം കാട്ടാന കൃഷി നശിപ്പിച്ചതിന് അപേക്ഷ നൽകിയെങ്കിലും വനംവകുപ്പിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്ന് മുഹമ്മദ് പറയുന്നു. പോസ്റ്റർമാരോട് പറഞ്ഞാൽ ഊരിട്ടാ കമ്പിമൊക്കെ കാട തറവിട്ടു, കരണ്ടൊന്നുമില്ല. അതിൻ്റെ പരിപാടി ഒരു 4 ദിവസം ഇന്നിറങ്ങി വന്ന് മറ്റേ പുല്ലും കാടൊന്നും വെട്ടി ബാറ്റ് കൊണ്ടേറ്റ് 4 കൊല്ലായി ചാർജ് കൊണ്ടേറ്റ്. ഈ ഒറ്റനെ കൊണ്ട ശല്യത്തിന് എല്ലാവർക്കും ശല്യമാണ്. കുട്ടികൾക്ക് വരെ മദ്രസക്ക് നെട്ടക്കറാൻ വെച്ചാൽ ഇതിനെ ഇവിടുന്ന് വെട്ടി ചെയ്താക്കാൻ ഗവൺമെൻറ്റിന് അനുകൂലം ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോഴത്തെ വിഷം കുറിച്ച് ചാർജ് അതിനവസ്ഥ. കഴിഞ്ഞ വർഷം മാത്രം മുഹമ്മദിന്റെ കൃഷിയിടത്തിലെ 400 വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. പ്രശ്നം പരിഹരിക്കാമെന്ന റേഞ്ച് ഓഫീസറുടെ ഉറപ്പിലാണ് മുഹമ്മദ് ജീവനെടുക്കുമെന്ന ഭീഷണി അവസാനിപ്പിച്ചത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.